ഇപ്പം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഓർമ്മകളെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യാം, ഒരുപാട് ഓർമ്മകളുണ്ട് അല്ലേ, നല്ല നല്ല ഒരുപാട് ചിന്തകളുണ്ട്. സോ കഴിഞ്ഞു പോയ കുറേ മെമ്മറീസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ നമ്മൾ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേട്ടം നേടി വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ പറയും എൻ്റെ ലൈഫിൽ ആകെയുള്ളത് കുറച്ച് നല്ല ഓർമ്മകൾ മാത്രമാണ് ജീവിതത്തിൽ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ ഓർമ്മകൾക്ക് അത്രത്തോളം ഒരു പോർഷൻ നമ്മുടെ ലൈഫിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. സോ ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞു പോകുമ്പോൾ എൻ്റെ ലൈഫിൽ എന്ന് പറയുമ്പോൾ നല്ല ഓർമ്മകളിൽ ഒന്നെന്ന് പറയുന്നത് കഅബയിൽ എൻ്റർ ചെയ്ത സമയം. അത് സത്യത്തിൽ ഇന്ന് എനിക്ക് ഓർമ്മയാണ്, എൻ്റെ ഉള്ളിലാണ്, ബോട്ടം ഓഫ് ദ ഹാർട്ടിലാണ് ഇപ്പം ആ ഓർമ്മയുള്ളത് അല്ലേ. ഞാനത് സൂക്ഷിച്ച് വെച്ചേക്കുന്നത് എൻ്റെ ഉള്ളിലാണ്. സോ ചിലതൊക്കെ നമ്മൾ സൂക്ഷിക്കുക കൽബിൻ്റെ ഉള്ളിലാണ്, ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മെമ്മറി പവറിലായിരിക്കും അല്ലേ, ചിലതൊക്കെ കൽബിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും. സോ ആ ഓർമ്മകൾ എന്ന് പറയാൻ അത്ര പ്രീഷ്യസ് ആയിരിക്കും അല്ലേ. എൻ്റെ ഉപ്പ ഇന്ന് എൻ്റെ ഓർമ്മയിൽ മാത്രമേ ഉള്ളൂ. എൻ്റെ ഉപ്പ എന്ത് ചെയ്യുക, റിയാലിറ്റിയിൽ ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല, പക്ഷെ എൻ്റെ ഓർമ്മയിൽ എൻ്റെ കൂടെ എന്നും ശ്വാസം എടുപ്പായി കൂടെ ഉണ്ട് എന്ന് പറയുന്നത് ഓർമ്മയാണ്. സോ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഓരോ ഓർമ്മകളും ഓരോ ഡേ ബൈ ഡേയിൽ ഒരു ദിവസത്തിൽ നമുക്ക് നല്ലതെന്ന് ചിന്തിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കുറഞ്ഞത് ഒരു 2-3 ഓർമ്മകളെങ്കിലും ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കണം. ചിലർ പറയുന്നത് കണ്ടിട്ടില്ലേ, യാത്രകളൊക്കെ ഈ സമയത്ത് വേണം നമ്മൾ ചെയ്യാൻ, എനർജറ്റിക് ആയിട്ടിരിക്കുന്ന സമയത്ത് വേണം യാത്രകളൊക്കെ ചെയ്യാൻ എന്ന് പറയും. കാരണം അതിൽ നിന്ന് ക്യാപ്ചർ ചെയ്ത് വെക്കുന്നത് ചില ഓർമ്മകളാണ്. ചില കുട്ടികളുണ്ട് യാത്രാ സ്ഥലത്തൊക്കെ പോയി നിൽക്കുന്ന സമയം ഇങ്ങനെ ഫോട്ടോസ് ഇങ്ങനെ എടുത്തു കൂട്ടുന്നത് കാണാം. അവരെന്നിട്ട് അത് സേവ് ചെയ്ത് അവരുടെ ഫോൾഡറിൻ്റെ ഉള്ളിൽ ചില ഫോൾഡർ ആക്കിയിട്ട് അതങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ട് എത്ര വർഷം കഴിഞ്ഞാൽ ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ ആ ഫോട്ടോ ഇങ്ങനെ കീപ്പ് ചെയ്തിരിക്കുന്നതും ഒരു ഓർമ്മയാണ്. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ ആ സ്ഥലത്തിനെ ഫോട്ടോയിലൊക്കെ പകർത്തണമില്ല എന്നൊന്നും പറയുന്നില്ല, അതെല്ലാവരും ഇഷ്ടമാണ് അല്ലെ. സെൽഫി എടുക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളൊരു സെൽഫ് കോൺഫിഡൻസ് ആണ്, നമ്മളൊരു സെൽഫ് റെസ്പെക്റ്റ് ആണ്, ഒരു ഇഷ്ടമാണ്. നമുക്ക് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മൾ സെൽഫി ഒക്കെ എടുക്കുന്നത്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. പക്ഷെ ആ എടുക്കുന്നതിനോടെ തന്നെ ആ കാണുന്ന ചുറ്റുപാട്, ആ സറൗണ്ടിങ്, ആ ബൗണ്ടറിയില്ലേ, അതിനെ നമ്മൾ ക്യാപ്ചർ ചെയ്യേണ്ട കാര്യം അറിയാമോ, മനസ്സുകൊണ്ടാവണം. സോ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഓർമ്മയായിട്ട് അതെങ്ങനെ നിഴലിച്ച് അങ്ങനെ ഒരു പ്രകാശമുള്ളതായിട്ടിരിക്കട്ടെ. ഈ ഓർമ്മകൾ നമ്മൾ എപ്പോഴും സഹായിക്കുന്ന അറിയോ, ഏറ്റവും ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിലപ്പോൾ കാര്യങ്ങൾ സഡൻലിയോ ഇൻസഡൻലിയോ ഒക്കെ സംഭവിക്കും. ഒരിക്കലും ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ പ്രീ പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമല്ല, ഭയങ്കര ഒരു മിസ്റ്ററിയാണ്. ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നതും വിചാരിക്കാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും ഇങ്ങനെ എൻ്റർ ചെയ്തതും പോകുന്നൊരു സംഭവമാണ് ലൈഫ് എന്ന് പറയുന്നത്. സോ നമ്മളിങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമത്തിലിരിക്കുന്ന സമയം നമ്മൾ ഈ ഓർമ്മകൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും. സെൽഫായിട്ട് ഈ ഓർമ്മകൾ നമ്മൾ വേക്കപ്പ് ചെയ്യും. ചില സ്ഥലങ്ങൾ കാണുമ്പോൾ വീണ്ടും നമുക്ക് പോകാൻ തോന്നുന്നത് എന്തുകൊണ്ടാ, ആ സ്ഥലം നമ്മുടെ ഉള്ളിൽ അത്രയും ഓർമ്മയായിട്ട് നിൽക്കുന്നുണ്ട്. ചില സ്ഥലങ്ങൾ എക്സാമ്പിൾ, എനിക്ക് വെള്ളച്ചാട്ടം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞാൽ ഞാൻ അല്ലാതെയായി മാറലുണ്ട്. സോ ആ വെള്ളച്ചാട്ടം എൻ്റെ മെമ്മറിയിൽ ഞാൻ അത്ര പ്യുവറായിട്ട് പ്രഷ്യസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. സോ ഞാൻ വീണ്ടും ആ ഓർമ്മകളെ